ഇനി ഒരു പ്രോബ്ലമാണ് നോക്കാനുള്ളത്. എ വിയർ 36 meter long is divided into 12 equal bays by vertical posts, each 60 centimeter wide. Determine the discharge over the weir if head over the crust is 1.20 meter and velocity approach is 2 meter per second. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 36 meter ലോങ് ആയിട്ടുള്ളൊരു വിയർ ഉണ്ട്. അത് 12 ഈക്വൽ ബേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബൈ മീൻസ് ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് യൂസ് ചെയ്തിട്ട് 12 ഈക്വൽ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വെർട്ടിക്കൽ പോസ്റ്റിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഹെഡ് ഓവർ ദി ക്രസ്റ്റ് എന്ന് പറയുന്നത് 1.20 മീറ്റർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ വെലോസിറ്റി അപ്രോച്ച് എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ഡാറ്റാസ് ഇതാണ് ഫിഗർ. 12 ബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എത്ര വെർട്ടിക്കൽ പോസ്റ്റ് വേണം? 11 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 12 ബേസ് ക്രിയേറ്റ് ചെയ്യാം. നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12 12 ബേസ് ക്രിയേറ്റ് ചെയ്യാൻ 11 വെർട്ടിക്കൽ പോസ്റ്റാണ് ആവശ്യം. ഗിവൺ ഡാറ്റ ലെങ്ത് ഓഫ് വിയർ L1 എന്ന് പറയുന്നത് 36 മീറ്റർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത് 12 ആണ്. ഫോർ 12 ബേസ് നമ്പർ ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് 11 ആണ്. ഇനി വിഡ്ത്ത് ഓഫ് ഈച്ച് പോസ്റ്റ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 0.6 മീറ്റർ. ഇനി എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഈ എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഈ വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ വിഡ്ത്ത് മൈനസ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് L1 മൈനസ് 11 ഇൻറ്റു 0.6. ഒരു വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ വിഡ്ത്താണ് 0.6. അപ്പോൾ 11 ഇൻറ്റു 0.6 L1 മൈനസ് 11 ഇൻറ്റു 0.6 which is equal to 36 minus 6.6 which is equal to 29.4 meter. ഇനി ഹെഡ് ഓൺ ദി വ്യൂ എന്ന് പറഞ്ഞിട്ട് H is equal to 1.20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെലോസിറ്റി അപ്രോച്ച് വി എ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദർഫോർ ഹെഡ് ഡ്യൂ ടു വി എ വെലോസിറ്റി അപ്രോച്ച് കാരണം ഉണ്ടാകുന്ന അഡീഷണൽ ഹെഡ് എച്ച് എന്ന് പറയുന്നത് വി എ സ്ക്വയർ ബൈ 2g ആണ്. ദാറ്റ് ഈസ് 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 9.81 0.2038 മീറ്റർ എന്ന് കിട്ടി. നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം. ഓരോ ബേയിലും 2 എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഒരു എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടാവും, ഇവിടെയും എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ബേസ് ഉണ്ട്? 12 ബേസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര എൻഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാവും? ഒരു ബേസിൽ 2 ഉണ്ടാവും. അപ്പോൾ 12 ബേസിൽ കാണാൻ എന്ത് ചെയ്താൽ മതി? 12 ഇൻറ്റു 2 24 നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാൻസിസ് ഫോർമുല ബൈ കൺസിഡറിങ് എൻഡ് കോൺട്രാക്ഷൻ ആൻഡ് വെലോസിറ്റി അപ്രോച്ചസ്. ഫ്രാൻസിസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻഡ് കോൺട്രാക്ഷൻ കാരണം. പിന്നെ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി അപ്രോച്ച് തന്നത് കാരണം വെലോസിറ്റി അപ്രോച്ചിൻ്റെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ദറ്റ് ഈസ് Q is equal to 1.84 into L into 0.1 N into H plus HA into H plus HA raised to 3/2 minus HA raised to 3/2. ഇവിടെ നമ്മൾ സി ഡിയുടെയും ജിയുടെയും ഒക്കെ വാല്യൂസ് ആൾറെഡി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1.84 ഇൻറ്റു 29.4 ആണ് നമുക്ക് കിട്ടിയ എഫക്റ്റീവ് ലെങ്ത് മൈനസ് 0.1 ഇൻറ്റു N എന്ന് പറയുന്നത് 24. N എന്ന് പറയുന്നത് 24 ആണ്. ഇൻറ്റു H എന്ന് പറയുന്നത് 1.20. H നമുക്ക് കിട്ടി 0.2038 ഇൻറ്റു 1.2 പ്ലസ് 0.2038 റേസ് ടു 3/2 മൈനസ് 0.2038 റേസ് ടു 3/2. സോൾവ് ചെയ്താൽ നമുക്ക് Q എന്നുള്ളത് 75.246 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. എ 40 meter long weir is divided into 12 equal bays by vertical posts, each 0.6 meter wide. Using Francis formula, calculate the discharge over the weir if head over the crust is 1.2 meter and velocity of approach is 2 meter per second. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം മോഡൽ തന്നെയാണ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കുക. ഓക്കെ.
Next question. A discharge of 2000 meter cube per second is to pass over a rectangular weir. The weir is divided into a number of openings, each of span 10 meter. If the velocity of approach is 4 meter per second, find the number of openings needed in order the head of water over the crust is not exceed 2 meter. ഇവിടെ നമ്മളുടെ അടുത്ത് എത്ര ഓപ്പണിങ്സ് വേണമെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, റെക്റ്റാങ്കുലർ വിയറിലൂടെയാണ് പാസ് ചെയ്യുന്നത്, അതുപോലെ ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എത്രയോ നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സ്പാൻ എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഹെഡ് ഓവർ ദി ക്രസ്റ്റ് എന്ന് പറയുന്നത് 2 മീറ്ററിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, ടോട്ടൽ ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത് 2000 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ലെങ്ത് ഓഫ് ഈച്ച് ഓപ്പണിങ്സ്, ഓരോ ഓപ്പണിങ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു ഓപ്പണിംഗ് ലെങ്ത്ത് വരുന്നത്, ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി അപ്രോച്ച് വി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹെഡ് ഓവർ ദ വി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എക്സീഡ് 2 മീറ്റർ. അപ്പോൾ നമ്മളത് ഹെഡ് ഓവർ വി എന്ന് പറയുന്നത് 2 മീറ്റർ ഫിക്സ് ചെയ്ത് വെച്ചു. 2 മീറ്ററിൽ കൂടാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഹെഡ് ഓവർ വിയർ എന്ന് പറയുന്നത് 2 മീറ്റർ ആയിട്ട് ഫിക്സ് ചെയ്തു. ഇനി ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓഫ് അപ്രോച്ച് എച്ച് കണ്ടുപിടിക്കണം. എച്ച് ഈസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ 2g, വിച്ച് ഈസ് ഈക്വൽ ടു 4 × 4 divided by 2 × 9.81. 4 square by 2 × 9.81. അപ്പോൾ എത്ര കിട്ടും? 0.8155 മീറ്റർ. നമ്മൾക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഉണ്ടെന്ന് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ടോട്ടൽ ഡിസ്ചാർജും പിന്നെ നമുക്ക് ഒരു ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്തും അറിയാം. ഓരോ ഓപ്പണിങ്സിൻ്റെ ലെങ്ത്ത് 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പണിങ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് 10 മീറ്റർ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഫ്രാൻസിസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു ഓപ്പണിങ്ങിന് ഉണ്ടാകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് നമ്പർ ഓഫ് ഓപ്പണിങ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഡിസ്ചാർജ് നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ട് ഒരു ഓപ്പണിങ്ങിന് എത്രയാണോ ഡിസ്ചാർജ് വരുന്നത് അതും എടുക്കുക. രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓപ്പണിങ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഫോർ ഈച്ച് ഓപ്പണിങ്സ് നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ് ആർ 2. ഓരോ ഓപ്പണിങ്സിനും 2 എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഓപ്പണിങ്ങിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഡിസ്ചാർജുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഓപ്പണിങ്സ് വേണമെന്ന് കിട്ടും. ഹെൻസ് ഡിസ്ചാർജ് ഫോർ ഈച്ച് ഓപ്പണിംഗ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഗിവൺ ബൈ ഫ്രാൻസിസ് ഫോർമുല. ഫ്രാൻസിസ് ഫോർമുലേൻ്റെ ഇക്വേഷൻ എന്താ? Q is equal to 1.84 into L in minus 0.1 into 2 into 2 plus 0.8155 into h plus h raised to 3/2 minus h raised to 3/2 ആണ്. ഇവിടെ L എന്ന് പറയുന്നത് നമ്മളൊരൊറ്റ ഓപ്പണിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരൊറ്റ ഓപ്പണിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് N കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. L എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണെന്ന്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ h എന്ന് പറയുന്നത് 2 മീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്, h എന്ന് പറയുന്നത് 0.815 ആണ്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1.84 ഇൻറ്റു L എന്ന് പറയുന്നത് 10 മൈനസ് 0.2 ഇൻറ്റു 2 പ്ലസ് 0.8155 ഇൻറ്റു h പ്ലസ് h റേസ് ടു 3/2 ആണ്. ഇപ്പോൾ 2.8155 raised to 1.5 minus 855 raised to 1.5. Equation last answer 69.24 meter cube per second എന്ന് കിട്ടും. നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് ഫോർ 1 ഓപ്പണിംഗ് is equal to 2000 divided by 69.24 is equal to 28.8. അപ്രോക്സിമേറ്റ്ലി 29 ഓപ്പണിങ്സ് വേണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എത്ര ഓപ്പണിങ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡിസ്ചാർജ് ഓഫ് 2000 meter cube per second is to pass over a rectangular weir
The weir is divided into a number of openings, each of span 10 meter. If the velocity of approach is 4 meter per second, find the number of openings needed in order the head of water over the crust is not exceed 2 meter. Head over the crust എന്ന് പറയുന്നത് 2 മീറ്ററിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം നമ്മൾ ഈ പ്രോബ്ലത്തിൽ എച്ച് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഓരോ ഓപ്പണിങ്സിൻ്റെ സ്പാൻ 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വെലോസിറ്റി അപ്രോച്ചും ടോട്ടൽ ഡിസ്ചാർജും തന്നു. നമ്പർ ഓഫ് ഓപ്പണിങ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഓപ്പണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബേ കൺസിഡർ ചെയ്തു. ഒരു ബേയിൽ 2 എന്തുണ്ടാവും, എൻഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ബേയിലെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചിട്ട് ആ ഡിസ്ചാർജും ആ ഒരു ഒറ്റ ബേയിലെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു. ബൈ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ഓപ്പണിങ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ 1 ബേയിലെ ഡിസ്ചാർജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ഓപ്പണിങ്സ് എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെപ്പോളിറ്റീവ് വിയർ ഓഫ് ക്രസ്റ്റ് ലെങ്ത് 60 cm discharges water. The head of water over the weir is 360 mm. Find the discharge over the weir if the channel is 80 cm wide and 50 cm deep. Take CD is equal to 0.60. അപ്പോൾ സിപ്പോളിറ്റി വിയറിൻ്റെ പ്രോബ്ലമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സി ഡി എന്ന് പറയുന്നത് 0.60 തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് വിയർ എൽ എന്ന് പറയുന്നത് 60 cm ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.60 മീറ്റർ. ഹെഡ് ഓഫ് വാട്ടർ എച്ച് എന്ന് പറയുന്നത് 360 mm, വിച്ച് ഇസ് ഈക്വൽ ടു 0.36 മീറ്റർ ആണ്. ചാനൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 80 cm ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.80 മീറ്റർ. ചാനൽ ഡെപ്ത്ത് 50 cm തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 50 മീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ചാനൽ എന്ന് പറയുന്നത് എന്താണ്, വിഡ്ത്ത് ഓഫ് ചാനൽ ഇൻറ്റു ചാനൽ ഡെപ്ത്ത് ആണ്. ദാറ്റ് ഈസ് 0.8 ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു 0.4 മീറ്റർ സ്ക്വയർ. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിസ്ചാർജ് ആണ്. ഇപ്പോൾ സിപ്പോളിറ്റി വിയറിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, Q is equal to 2/3 CDL into root 2G into H raised to 3/2 ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വെലോസിറ്റി അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി അപ്രോച്ച് കൺസിഡർ ചെയ്യാണ്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ, Q is equal to 2/3 CDL root 2G into H raised to 3/2. ഇക്വേഷനിൽ നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് Q is equal to 0.2296 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി അപ്രോച്ച് കണ്ടുപിടിക്കണം. വെലോസിറ്റി അപ്രോച്ച് V എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനലാണ്. അപ്പോൾ ഏരിയ ഓഫ് ചാനൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു 0.4 എന്ന്. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. V is equal to 0.2296 ഡിവൈഡഡ് ബൈ 0.40. നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് 0.574 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അപ്രോച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി അപ്രോച്ച് HA ആണ്. HA കണ്ടുപിടിക്കണം. HA എന്ന് പറയുന്നത് VA²/2G which is equal to 0.574 whole square divided by 2G. HA നമുക്ക് 0.0168 മീറ്റർ എന്ന് കിട്ടും. HA കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെലോസിറ്റി അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ Q is equal to 2/3 CD into L into root 2G into H plus HA raised to 3/2 minus HA raised to 3/2. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ആൻസർ 0.2435 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലോ ഓവർ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ ആണ്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് പഠിച്ചു ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ, നാരോ ക്രസ്റ്റഡ് വിയർ, ബ്രോഡ് ക്രസ്റ്റഡ് വിയർ, ഇങ്ങനെ 3 ടൈപ്സ് വിയർ ഉണ്ട്. ഇഫ് ദ തിക്നെസ് ഓഫ് വിയർ ക്രസ്റ്റ് ഇസ് ലെസ് ദാൻ ഹാഫ് ദി ഹെഡ് ഓൺ ദി വിയർ, ദ വിയർ ഈസ് കാൾഡ് നാരോ ക്രസ്റ്റഡ് വിയർ. തിക്നെസ് ഓഫ് വിയർ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഈ വിയർ ക്രസ്റ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഹെഡ് ഓവർ ദ വിയറിൻ്റെ ഹാഫിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ നാരോ ക്രസ്റ്റഡ് എന്ന് പറയും. ഓക്കെ, ഇഫ് ദ തിക്നെസ് ഓഫ് വിയർ ക്രസ്റ്റ് ഇസ് മോർ ദാൻ ഹാഫ് ദി ഹെഡ് ഓൺ ദി വിയർ,
The wear is called broad crested wear. Broad crested wear എന്ന് പറയുന്നത് ഈ ഹെഡിൻ്റെ ഹാഫിനേക്കാൾ കൂടുതലാണ് തിക്നെസ് ഓഫ് വിയർ എങ്കിൽ അതിനെ പറയുന്നതാണ് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. ഇഫ് ദ തിക്നെസ് ഓഫ് വിയർ ക്രസ്റ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് the head on the wear is called narrow crested wear. If the thickness of wear crust is more than half the head on the wear, this wear is called broad crested wear. Sharp crested wear എന്ന് പറയുന്നത് ഒരു നാരോ ക്രസ്റ്റഡ് വിയർ തന്നെയാണ്. ഓക്കെ, ആ ടൈപ്പിൽ വരുന്നതാണ്. A broad crested wear has a broad crust and the flowing water has surface contact with the wear crust. ഇവിടെ ഇതിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന് ഈ നാരോ ക്രസ്റ്റിൻ്റെ ഈ ഒരു വിയറുമായിട്ട് ജസ്റ്റ് ഒരു ലൈൻ കോണ്ടാക്റ്റ് വരുന്നുള്ളൂ. പക്ഷേ ബ്രോഡ് ക്രസ്റ്റഡ് വിയറിനെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന് ഒരു സർഫസ് കോണ്ടാക്റ്റാണ് വിയറുമായിട്ട് ഉണ്ടാകുന്നത്. നാരോ ക്രസ്റ്റഡിനെ സംബന്ധിച്ച് ഇതിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന് ജസ്റ്റ് ഒരു ലൈൻ കോണ്ടാക്റ്റേ വരുന്നുള്ളൂ. ബ്രോഡ് ക്രസ്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഈ വിയറിലൂടെ പാസ് ചെയ്യുന്ന വാട്ടർ സർഫസിന് സർഫസ് കോണ്ടാക്റ്റാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ വാട്ടർ പാസ് ചെയ്യുന്നത് ഈ ഒരു സർഫസിലൂടെയാണ്. അപ്പോൾ ഇത്രയും തിക്നെസ് ഉള്ളൊരു വിയറാണ്. അപ്പം ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന് ഉണ്ടാകുന്നത് സർഫസ് കോണ്ടാക്റ്റാണ്. നമ്മളതിൻ്റെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡെറിവേഷനിലേക്ക് പോവാണ്. ഓക്കെ, ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മൾ 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു പോയിൻറ്റ്സ് വിയറിന്ന് കുറച്ച് ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മൾ പോയിൻറ്റ് 1 കൺസിഡർ ചെയ്തിട്ടുള്ളത്. അടുത്ത തിക്നെസ് എന്ന് പറയുന്നത് ഹെഡ് ഓവർ ദ വിയർ എന്ന് പറയുന്നത് എച്ച് ആണ്. പോയിൻറ്റ് 2 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് വിയറിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് പോയിൻറ്റ് 2 കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹെഡ് ഓവർ ദ വിയർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എച്ച് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. തിക്നെസ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. Consider the flow over a broad crusted weir. H is equal to head of water above the crust weir on the upstream side. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്. വിയറിൻ്റെ ഈ പോർഷനെയാണ് നമ്മൾ അപ്സ്ട്രീം സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡാണ്. ഓക്കെ, head of water above the crust of weir on the upstream side and small h എന്ന് പറയുന്നത് head of water at the middle of weir. നമ്മൾ പോയിൻറ്റ് 2 കൺസിഡർ ചെയ്തിട്ടുള്ളത് വിയറിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹെഡാണ് എച്ച് എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ വിയർ, വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് മിഡിൽ ഓഫ് ദി ക്രസ്റ്റ്. Applying Bernoulli's equation to the free water surface on the upstream side 1 and middle of the crust 2. ഇനി നമ്മൾ ഇവിടെ ബെർണോൾസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ബെർണോൾസ് ഇക്വേഷൻ എന്താ? P1/ρg plus V1² by 2g plus Z1 is equal to P2/ρg plus V2² by 2g plus Z2. ഇക്വേഷൻ നമ്പർ 1. ഇവിടെ നമ്മൾ ഡാറ്റമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ലൈൻ വിയറിൻ്റെ ആ ഒരു ടോപ്പ് സർഫസ് എന്നാൽ ക്രസ്റ്റാണ് നമ്മൾ ഡാറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഗേജ് പ്രഷറാണ് കൺസിഡർ ചെയ്യുക. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ നിന്നും മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടുത്തെ പ്രഷർ P1/ρg എന്ന് പറയുന്നതും P2/ρg എന്ന് പറയുന്നതും 0 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വെലോസിറ്റി അറ്റ് 1ലെ വെലോസിറ്റിയും നെഗ്ലക്റ്റിംഗ് വെലോസിറ്റി അറ്റ് 1, ദാറ്റ് ഈസ് V1 എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. V2 എന്നുള്ളത് നമ്മൾ V ആയിട്ട് എടുത്തു. ഇനി Z1 Z2 ഡാറ്റം ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? പോയിൻറ്റ് 1ലെ ഡാറ്റം ഹെഡ് Z1 എന്ന് പറയുന്നത് എച്ചും പോയിൻറ്റ് 2ലെ ഡാറ്റം ഹെഡ് ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് എച്ചും ആയിട്ട് എടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ P1 വാല്യൂ P1/ρg ഈക്വൽ ടു P2/ρg ഈക്വൽ ടു 0 എന്നുള്ളതും Z1 is equal to H എന്നുള്ളതും ക്യാപിറ്റൽ എച്ചും Z2 is equal to സ്മോൾ എച്ചും അതുപോലെ V1 എന്നുള്ളത് 0 ഒക്കെ ആയിട്ട് ഉള്ള ഈ ഒരു വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ആ വാല്യൂസ് എല്ലാം ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 0 + 0 പ്ലസ് ക്യാപിറ്റൽ H is equal to 0 പ്ലസ് V² by 2g പ്ലസ് H. അത് നമുക്ക് V² 2g എന്ന് പറയുന്നത് H മൈനസ് ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h എന്ന് എഴുതാം. ഇനി വെലോസിറ്റി ഓവർ ബ്രോഡ് ക്രസ്റ്റഡ് വിയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓവർ ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്ന് പറയുന്നത് എന്താണ്? CD ×
തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ്. തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഡിസ്ചാർജ് is equal to CD into area of flow into velocity of flow. It is Q into CD. ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ആ ഫ്ലോയിൻ്റെ ഏരിയ ആണ്, ചാനലിൻ്റെ ഏരിയ അല്ല. അപ്പോൾ ലെങ്ത് ഇൻറ്റു എച്ച്, എൽ ഇൻറ്റു എച്ച്. ഇവിടെ വെലോസിറ്റി എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? √2g ഇൻറ്റു എച്ച് മൈനസ് എച്ച് എന്ന് കിട്ടും വെലോസിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Q is equal to CD ഇൻറ്റു ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എൽ ഇൻറ്റു എച്ച് ഇൻറ്റു 2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച്, √2g ഇൻറ്റു എച്ച് മൈനസ് എച്ച്. ഇനി നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. മാക്സിമം ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ Q is equal to CD ഇൻറ്റു എൽ ഇൻറ്റു എച്ച് ഇൻറ്റു √2g ഇൻറ്റു എച്ച് മൈനസ് എച്ച്. ഈ എച്ചിനെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് എടുക്കും, റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. h² എന്നാവും. CD ഇൻറ്റു എൽ ഇൻറ്റു √2g ഇൻറ്റു എച്ച് ഇൻറ്റു h² മൈനസ് h³ ഈ എച്ചിനെ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് h² ആയിട്ട് മാറി. ഇക്വേഷൻ നമ്പർ 4. ഡിസ്ചാർജ് മാക്സിമം ആവുന്നത് ഈ h ഇൻറ്റു h² മൈനസ് h³ വാല്യൂ മാക്സിമം ആവുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു h. ഇറ്റ് ഈസ് d/dh ഇൻറ്റു h ഇൻറ്റു h² മൈനസ് h³ ഈക്വൽ ടു 0. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു dh ആണ് ചെയ്യുന്നത്. h ഇൻറ്റു 2h മൈനസ് 3h² is equal to 0. It is 2h is equal to 3h എന്ന് കിട്ടും. It is h is equal to small h is equal to 2/3 of capital H. നമുക്ക് മാക്സിമം വാല്യൂ, ഡിസ്ചാർജിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു h is equal to 2/3h എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ, ബ്രോഡ്കാസ്റ്റിൻ്റെ മാക്സിമം ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q max is equal to 1.705 CDL into h raised to 3/2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്ലോ ഓവർ സബ്മേർജ്ഡ് വിയർ. സബ്മേർജ്ഡ് വിയറിൻ്റെ ഫ്ലോ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകാം. ഇതാണ് ഫിഗർ. സബ്മേർജ്ഡ് വിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? When the liquid level on the discharging side is above the weir crust, the weir is called submerged or drowned weir. നമ്മൾ 2 ടൈപ്പ് ഫ്രീ വിയറും സബ്മേർജ്ഡ് വിയറും പഠിച്ചു. ഇപ്പോൾ ലിക്വിഡ് ലെവലിൽ നിന്ന് ഡിസ്ചാർജിങ് സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിൽ ലിക്വിഡ് ലെവൽ വിയർ ക്രസ്റ്റിന് എബോവ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വിയറിനെ പറയുന്നതാണ് സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഡ്രൗണ്ട് വിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്മേർജ്ഡ് വിയറിലെ ഡിസ്ചാർജ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 2 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ആ 2 പോർഷൻസ് ഡിവൈഡ് ചെയ്യുന്നത്? ദ പോർഷൻ ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് മേ ബി ട്രീറ്റഡ് ആസ് ഫ്രീ വിയർ ആൻഡ് ദി പോർഷൻ ബിറ്റ്വീൻ ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് ആൻഡ് ക്രസ്റ്റ് ഓഫ് വിയർ ആസ് ട്രീറ്റഡ് ആസ് ഡ്രോൺഡ് ഓർ സബ്മേർജ്ഡ് വിയർ. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്സ്ട്രീമിനും ഡൗൺ സ്ട്രീമിനും ബിറ്റ്വീനുള്ള വാട്ടർ സർഫസിന് നമ്മൾ പോർഷൻ 1 ആയിട്ടും അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം വാട്ടർ സർഫസും ക്രസ്റ്റ് ഓഫ് വിയറും തമ്മിലുള്ള ആ ഒരു പോർഷന് നമ്മൾ വേറൊരു പോർഷനാണ് ഡ്രൗണ്ട് സബ്മേർജ്ഡ് ഓറിഫൈസുമായിട്ടാണ് എടുക്കുന്നത്. ഡ്രൗണ്ട് വിയർ ആയിട്ടാണ് എടുക്കുന്നത്, ഓറിഫൈസ് അല്ല വിയർ. അപ്പോൾ നമ്മൾ 2 പോർഷനായിട്ട് ഈ ഒരു സബ്മേർജ്ഡ് വിയറിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും വാട്ടർ സർഫസ് ആണ് എടുക്കുന്നത്. ഈ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും വാട്ടർ സർഫസ് എന്ന് പറയുന്നത് ഒരു പോർഷനായിട്ട് എടുത്തു, അതാണ് ഫ്രീ വിയർ പോർഷനായിട്ട് എടുത്തു. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം വാട്ടർ സർഫസും ക്രസ്റ്റ് ഓഫ് വിയറും തമ്മിലുള്ള പോർഷനാണ് സെക്കൻഡ് എടുത്തിരിക്കുന്നത്. അപ്പം ഇൻ്റർവേഷനാണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വാട്ടർ ഓൺ ദി അപ്സ്ട്രീം സൈഡ് ഓവർ ദി ക്രസ്റ്റ് ഓഫ് വിയർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ക്രസ്റ്റിൽ നിന്നും വാട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് H ആയിട്ട് എടുത്തിട്ടുണ്ട്. സ്മോൾ h എന്ന് പറയുന്നത്
height of water on the downstream side over the crust of weir. Crust of weir എന്ന വാട്ടർ സർഫസ് വരെയുള്ള ലെങ്ത് ഡൗൺസ്ട്രീം സൈഡിലെ ആ ഒരു ഹൈറ്റാണ് എച്ച് എന്നിട്ടെടുത്തിട്ടുള്ളത്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വിയർ. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വിയർ. CD1 കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഫ്രീ വിയർ പോർഷൻ. CD2 കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് സബ്മേർജ്ഡ് പോർഷൻ. ഫ്രീ വിയർ പോർഷനിലെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q1 എന്ന് പറയുന്നത് 2/3 CD1 L √2G ഇൻറ്റു H - H റേസ് ടു 3/2 ആണ്. ഫ്രീ വിയർ പോർഷനും സബ്മേർജ്ഡ് പോർഷനായിട്ട് രണ്ട് പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്ചാർജ് ഓവർ ഫ്രീ വിയർ പോർഷൻ പ്ലസ് ഡിസ്ചാർജ് ഓവർ സബ്മേർജ്ഡ് പോർഷൻ ചെയ്താൽ മതി. ദറ്റ് ഈസ് Q1 is equal to 2/3 CD1 L √2G into H - H raised to 3/2. Discharge over submerged portion Q2 is equal to CD2 into area of flow into velocity. ഇവിടെ CD2 നമ്മൾ നേരത്തെ സബ്മേർജ്ഡ് പോർഷനിൽ ഏരിയ കണ്ടുപിടിച്ചതാണ്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചതാണ്. ദറ്റ് ഈസ് CD2 ഇൻറ്റു L ഇൻറ്റു H ഇൻറ്റു √2G ഇൻറ്റു H - H. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താ? Q is equal to Q1 plus Q2. അപ്പം ഫ്ലോ ഓവർ സബ്മേർജ്ഡ് വിയർ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ, സബ്മേർജ്ഡ് വിയറിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ Q is equal to 2/3 CD1 L √2G into H - H raised to 3/2 plus CD2 L into H into √2G into H - H.